വൈകുന്നേരത്തെ ചായ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. മാളൂട്ടി ഭയങ്കര വാശി ഏട്ടൻ നടക്കാൻ ഉറങ്ങാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത്? പാപ്പ ഉണ്ടാക്കണ്ടേ മാളൂട്ടിക്ക് തിന്നാൻ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പാടി ഇന്നലെ ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പം അമ്പാടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ മമ്മൂസ. അത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് കഴിച്ചേക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം മാളൂട്ടിക്ക് കഴിക്കൂലായിരിക്കും. ചേട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടം. നോക്കി എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ മാളൂട്ടി ഭയങ്കര ദേഷ്യം കരച്ചിൽ വാശിയാണ്. കിടത്തി ഉറക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണത്. ഉറങ്ങുമെന്ന് അറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഒരു പണി നടക്കൂല, ഒന്നിനും സമ്മതിക്കൂല. അപ്പം ഞാൻ ഇവിടെ വേഗം കൊണ്ട് ഉറക്കിയിട്ട് വരാം. ചിക്കൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ കുഞ്ഞാനെ ഉറക്കാൻ കിടത്തിയേക്കാണ്. അപ്പം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. ഉറങ്ങിയ ഇല്ലേ? എന്താ എപ്പോഴെങ്കിൽ കിടന്നുറങ്ങണ? ഇത് അമ്പാടി അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണായിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ദേഷ്യം കാണാനായിട്ട്. അപ്പോൾ വെറുതെ അവളെ കൊണ്ട് തല്ല് പിടിക്കുന്നു. രണ്ടുപേരും ഭയങ്കര സ്നേഹമാണത്, അതുപോലെ തല്ലും പിടിക്കട്ടോ. അപ്പോൾ അവളങ്ങനെ അവനെ കൂടി കളിച്ചിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം പോയി മേളിൽ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി തുണിയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ മാളൂട്ടി ഉറങ്ങാത്തത് കൊണ്ട് ചിക്കൻ മമ്മൂസ ഉണ്ടാക്കാൻ പറ്റിയില്ല. കുറേ ഞാൻ നോക്കി അവൾ ഉറക്കാനായിട്ട്, പക്ഷെ അവളൊക്കെ എന്തോ ഉറക്കം വന്നില്ല. മാളൂട്ടി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ ചായ മാത്രമേ വെച്ചുള്ളൂ. പിന്നെ ചായയുടെ കൂടെ പൊരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ടിപ്പോഴും അമ്മ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഞങ്ങൾക്ക് എനിക്കും ചേട്ടക്കൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ പൊരിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് കഴിച്ചപ്പോൾ എന്ത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇന്നും അതുപോലെ തന്നെ കട്ടൻ ചായയിൽ പൊരിയൊക്കെ ഇട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. എടുക്കാം ചിക്കൻ മമ്മൂസ ഉണ്ടാക്കിച്ചില്ല എന്നെ കൊണ്ട്. ഏട്ടാ ചായ കുടിക്കാൻ പാ. ഏട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് പിന്നെയും വയ്ക്കണം പറഞ്ഞിട്ട് നേരിട്ട് അവിടെയൊക്കെ നടന്ന് കളിക്കണേ. അപ്പം ഞാൻ അവൾക്ക് പാത്രത്തിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കും, കഴിക്കട്ടെ നോക്കിയിട്ട്. പക്ഷെ അവൾ വിളിച്ചിട്ട് വന്നില്ല. പിന്നെ ഞാൻ അവളെ മടി ചുരുത്തിക്കൊടുത്തു. ഞാനും കുറച്ച് ഇട്ടിട്ടോ. പിന്നെ എനിക്ക് കഴിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഇട്ട് പോയതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചിട്ടോ. അവളിങ്ങനെ തന്നെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കണുണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി. ഇന്നിപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കൈ കിട്ടിയപ്പോൾ കാണുന്ന ആ ഒരു ഫേസാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ മോൾ ഇത്രയും വളർന്നു എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ, പെട്ടെന്ന് വളരണ്ട അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായി. ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി അങ്ങനെയൊക്കെ ഓർത്ത്. അപ്പോൾ അവളിങ്ങനെ കഴിക്കണത് ഇങ്ങനെ തന്നെ പിറകെ കഴിക്കണം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. ഇപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഞാൻ ജനലും വാതിലുകളെല്ലാം അടച്ചിടും. അല്ലെങ്കിൽ രാത്രി നമ്മൾ കൊതുക് കടുത്ത് ഉറക്കില്ല, ഭയങ്കര കൊതുകായിരിക്കും.
പിന്നെ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ മാളൂട്ടിയായിട്ട് കുറച്ച് നേരം റോഡിലോട്ടേക്ക് വന്നാൽ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അമ്മാടീനെ കാണാനില്ല. അപ്പോൾ അമ്മാടി എന്തെടുക്കാന്ന് അറിയാൻ വേണ്ടി റോട്ടിൽ വന്നപ്പോൾ അവിടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ അവളായിട്ട് അവിടെയൊക്കെ നിന്ന് അവിടെ നിൽക്കുന്ന ചേച്ചിമാരോട് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ആ മാളൂട്ടിക്ക് ശരിക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. ഇത്ര നേരം സംസാരിച്ച് നിന്നപ്പോൾ തന്നെ അവൾ കരച്ചിലായി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വേഗം വീട്ടിലോട്ട് പോയി അവളെ കിടത്തി ഉറക്കി. മാളൂട്ടി കിടന്ന് ഉറങ്ങി. വൈകുന്നേരം ഉറക്കാൻ നോക്കിയിട്ട് ഇപ്പം 6 മണിയാകാറായി. ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്. പെട്ടെന്നൊരു ചുമ വന്നു. അമ്മ അവിടെ കറി ഉണ്ടാക്കണേ, അപ്പം അതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ്. ഏട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ട് ക്ഷീണം മാറുന്നില്ല. പിന്നെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ചിരിക്ക്. ഇതാണ് നമ്മുടെ മണിക്കുട്ടി, സുധീഷേട്ടൻ്റെ ചേട്ടൻ്റെ മോളാണ്. ഭയങ്കര നാണക്കാരിയാട്ടോ. ഒരു കുഞ്ഞുറക്കം എഴുന്നേറ്റിട്ട് ഇതേ ആൾ പിന്നെയും വന്നിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ബൈ ബൈ, സീ യു.